മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യമുന്നയിച്ച റിപ്പോർട്ടർ ടിവി റിപ്പോർട്ടർ AV ജയശങ്കറിനെതിരെ സൈബർ ഇടങ്ങളിൽ ഭീഷണി അതിശക്തമാവുകയാണ്. മുതലക്കുഞ്ഞുങ്ങൾക്കും ചെറുമീനുകൾക്കും ഭക്ഷണമാകാൻ ഒരാളായി എന്നുപോലും പറഞ്ഞുകൊണ്ട് അഡ്വാൻസ് ആദരാഞ്ജലികൾ അടക്കമുള്ളവ പറഞ്ഞുകൊണ്ടാണ് ഭീഷണികൾ ഉയരുന്നത്. SDPI പിന്തുണയുമായി ബന്ധപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രി അവഗണിച്ചതിനെ ജയശങ്കർ ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ മകൻ അമൻ മനോജ് ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണി മുഴക്കിയത്. പ്രിയ സുഹൃത്തെ, കേസ് വന്നാലും കുഴപ്പമില്ല, നമുക്കൊന്നു കാണണം എന്ന അമൽ മനോജിന്റെ പോസ്റ്റ് കണ്ണൂരിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഗൗരവകരമായ ഭീഷണിയായി തന്നെയാണ് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. 3/4 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ വികസന നേട്ടങ്ങൾ വിശദീകരിച്ച ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് സമയം അനുവദിച്ചപ്പോഴാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. SDPI പിന്തുണയെക്കുറിച്ച് ജയശങ്കറിന്റെ ചോദ്യം ഉയർന്നപ്പോഴേക്കും പാർട്ടി മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാർ മറ്റു ചോദ്യങ്ങളുമായി ഇടപെടുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയെക്കുറിച്ചും മുണ്ടക്കൈ ദുരിതത്തിലെ ഗ്യാരണ്ടിയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വിശദമായ മറുപടി നൽകിയെങ്കിലും SDPI വിഷയം വന്നപ്പോൾ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിവിടെ നിർത്താം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റപ്പോഴാണ് ജയശങ്കർ പ്രതിഷേധമുയർത്തിയത്. ഇത് ശരിയല്ല, CMA ചോദ്യം ചോദിക്കാൻ അനുവദിക്കണം എന്ന് അദ്ദേഹം ഉറക്കെ പറയുകയായിരുന്നു. പാർട്ടി ചാനലുകളെയും പത്രങ്ങളെയും മാത്രം വിളിച്ചാൽ പോരെ എന്ന് മറ്റ് മാധ്യമപ്രവർത്തകരും ഒച്ചവെച്ചതോടുകൂടി പോകാൻ തുടങ്ങിയ മുഖ്യമന്ത്രി രൂക്ഷമായി നോക്കി തിരികെ മൈക്കിനടുത്തെത്തി. ചോദ്യം മനസ്സിൽ വെച്ചാൽ പോരാ, ചോദിക്കണം, ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, ഇതാണ് പ്രകടമായത് എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. സമയം കഴിഞ്ഞതുകൊണ്ടാണ് നിർത്തിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം വേദി വിടുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് CPM സൈബർ ഹാൻഡിലുകളിൽ ജയശങ്കറിനെതിരെ വ്യാപകമായ ആക്രമണം തുടങ്ങിയത്. PM മനോജിന്റെ സഹോദരൻ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്നും അതിനാൽ മകന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഭീഷണി നിസ്സാരമായി കാണാനാവില്ലെന്നും മാധ്യമ സംഘടനകൾ തന്നെ പ്രതികരിച്ചു. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ അടിച്ചമർത്തുന്നതും തുടർന്നുണ്ടാകുന്ന സൈബർ വിരട്ടലുകളും ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന വിമർശനം ശക്തമായിട്ടുണ്ട്. ഇതിനു മുൻപ് തിരൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലും ഇതേ ചോദ്യത്തോട് മുഖ്യമന്ത്രി ശുഭിതനായാണ് പ്രതികരിച്ചത്. അമലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമപ്രവർത്തകരെ നേരിടുമെന്ന കൃത്യമായ സൂചനയാണ് നൽകുന്നത്. SDPI പിന്തുണയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയെ ഇത് ശരിയല്ല CMA എന്ന് ജയശങ്കർ ചോദ്യം ചെയ്തതാണ് ഇടത് സൈബർ ഹാൻഡിലുകളെ പ്രകോപിപ്പിച്ചത്. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ ശാരീരികമായി നേരിടുമെന്നുള്ള തരത്തിലുള്ള ഭീഷണി PM മനോജിന്റെ മകൻ തന്നെ ഉയർത്തിയത് വലിയ ചർച്ചയായിട്ടുണ്ട്. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കുടുംബത്തിൽ നിന്നുള്ള ഇത്തരം വാക്കുകൾ ഗൗരവകരമായി തന്നെയാണ് മാധ്യമ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ ചോദ്യം ചോദിച്ച ഈ ജേർണലിസ്റ്റ് ഒരു കോൺഗ്രസ്സുകാരനാണെന്നും അപ്പോൾ കോൺഗ്രസിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചതും എന്നായിരുന്നു മറുപടി. ഭരണ തുടർച്ച കിട്ടിയാൽ മാധ്യമങ്ങളെ വിമർശിക്കുന്നവരെയും ഏത് വിധേനയും അടിച്ചമർത്തുമെന്നതിന്റെ സൂചനയാണ് ഈ സൈബർ വിരട്ടുകൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ തങ്ങൾക്ക് താല്പര്യമുള്ള ചോദ്യങ്ങൾ മാത്രം മതിയെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും തുടർന്നുണ്ടാകുന്ന ഇത്തരം ഭീഷണികളും ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്ന വിമർശനം ശക്തമാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഉയരുന്ന ഇത്തരം വെല്ലുവിളികൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇടതിന് ഹാട്രിക് വിജയം ലഭിച്ചാൽ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും അഭിപ്രായ സ്വാതന്ത്ര്യവും പൂർണ്ണമായും തകരുമെന്ന ആശങ്ക രാഷ്ട്രീയ എതിരാളികളും പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും മാധ്യമ ലോകത്ത് നിന്നും പിണറായിക്ക് നേരെ ചോദ്യങ്ങൾ ഉയരും. ഇതും ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവായി മാറുകയാണ്. PR വർക്കിന്റെ ഭാഗമായി നടത്തുന്ന ഇന്റർവ്യൂകളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ സ്നേഹമയവും പക്വതയുമുള്ളതാണ്. എന്നിട്ടും വാർത്താ സമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും അദ്ദേഹം തട്ടിക്കയറുന്നത് എന്തുകൊണ്ടാണ്? കേരളം ആവർത്തിച്ച് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ലോക്കറിൽ ഭദ്രമായി ഇരിപ്പുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയായ CPM വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂപ്പുകുത്തും എന്നതാണ്. ശക്തിയുള്ള ശാന്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ 50 സീറ്റിന് മുകളിൽ ഇടതുമുന്നണിക്ക് കിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ഉണ്ട്.
വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന സ്വന്തം പാർട്ടി പ്രവർത്തകനോട് കയർത്ത പിണറായി കഴിഞ്ഞ ദിവസം കൊല്ലത്ത് മാധ്യമപ്രവർത്തകരെയും കടന്നാക്രമിച്ചു. തുടർന്ന് ഭരണം കിട്ടില്ലെന്ന ഉറപ്പ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത് കാരണം അദ്ദേഹത്തിന്റെ തുടർ പ്രതികരണങ്ങൾ ഇത്തരത്തിൽ തന്നെയായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യത്തിൽ നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അസാധാരണമായ പ്രതിഷേധ നാടകങ്ങളുണ്ടായി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പാർട്ടി മുഖ്യ പത്രങ്ങൾക്കും ചാനലുകൾക്കും മാത്രം മുൻഗണന നൽകുന്നു എന്നാരോപിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. ഇത് മോശമാണ്. CMA കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പോരാ എന്ന് മാധ്യമപ്രവർത്തകൻ പരസ്യമായി വിളിച്ചു പറഞ്ഞതോടുകൂടി വാർത്താ സമ്മേളനം സംഘർഷഭരിതമായി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശകലനം ചെയ്യാനും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനുമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം CPM അനുഭാവമുള്ള മാധ്യമങ്ങൾക്ക് മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകുന്നുവെന്നും മറ്റുള്ളവരെ അവഗണിക്കുന്നുവെന്നും പ്രതിഷേധിച്ചവർ ആരോപിച്ചു. മുഖ്യമന്ത്രി മറുപടി നൽകാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ദേശാഭിമാനിയിൽ നിന്നും കൈരളിയിൽ നിന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ 7 പേരുണ്ടായിരുന്നു. ഇവരുടെ ചോദ്യങ്ങൾ ആദ്യം വരും, പിന്നീട് സമയമായെന്ന് പറഞ്ഞ് പിണറായി പോകും. SDPIയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകര് ഇയാൾക്ക് എന്തോ സൂക്കേടുണ്ടോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് പ്രസക്തി ഏറെയായിരുന്നു. കൊല്ലത്തെ വാർത്താ സമ്മേളനത്തിലും നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായത്. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച മടങ്ങിയ മുഖ്യമന്ത്രി വീണ്ടും തിരിച്ചെത്തി മൈക്കിന് മുന്നിലിരുന്നു. 3 ചോദ്യങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയതോടുകൂടിയാണ് മറ്റ് മാധ്യമപ്രവർത്തകർ ഇത് ചോദ്യം ചെയ്യുന്നത്. ഇതോടെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രി തിരിച്ചു വരുന്നതിന് വന്നിരുന്ന മറുപടി നൽകുകയുമായിരുന്നു. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരെന്നും സമയം കഴിഞ്ഞെന്നും അതുകൊണ്ടാണ് അവസാനിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SDPI CPIM ഡീല് ആരോപണമടക്കമുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നിർത്തിപ്പോയതോടുകൂടി മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു. സംവാദം വേണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് പ്രതിഷേധക്കാർ തന്നെ കുറ്റപ്പെടുത്തി. 10 വർഷത്തെ റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ട മുഖ്യമന്ത്രി അതിലെ പാളിച്ചകളെ കുറിച്ചുള്ള ചോദ്യങ്ങളെ ഭയപ്പെടുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നേമത്തെ സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഒരേപോലെ സംവാദ വെല്ലുവിളി നടത്തുമ്പോഴും മാധ്യമങ്ങളോട് സംവദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ഇരട്ടത്താപ്പാണെന്ന ചർച്ചകൾ ഉയരുന്നുണ്ട്. ഇത്തരം സംഘർഷങ്ങളെ CPM കേന്ദ്ര നേതൃത്വം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ ഇത്തരം സംഭവങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. വികസന ചർച്ചകൾക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളോടുള്ള സമീപനവും ഇപ്പോൾ പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. എല്ലാ ദിവസവും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്നും നാളെയും ഒക്കെ എത്തും. ഈ സാഹചര്യത്തിൽ നാളെ മുഖ്യമന്ത്രി എന്തു പറയുമെന്ന് നിർണായകമാണ്.